എങ്ങനെ പറയാ പറഞ്ഞു അല്ല ശരിക്കും ഇങ്ങനെ പറയണം. ഹോസ്റ്റലിൽ ശരിക്കും അടിപൊളിയാ. ഇങ്ങനെ പറയാ നല്ലതായിട്ട് പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് ലൗനയാണ്. ലൗന BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണല്ലേ മോളെ? ഓക്കെ. അപ്പൊ നമുക്ക് ലൗനയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാം. എവിടെ മോളെ വരുന്നേ? മലപ്പുറത്ത് എവിടെയാ? ഓക്കെ. മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാ ഇവിടെ ഹർഷ എന്നുള്ള ഒരു കോളേജ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഏജന്റ് വഴിയാണ് ഇവിടെ എത്തിയത്. പിന്നെ INC ക്യാൻസറിലുണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു കാമായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടൊരു കോളേജാണ് ഹർഷ. ഓക്കെ. നിങ്ങളുടെ അക്കാഡമിക് സെക്ഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ 6 months അല്ലേ ആയിട്ടുള്ളൂ? നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഇപ്പം മലയാളി സ്റ്റുഡൻസിന് ഇപ്പൊ ഏറ്റവും ഡൗട്ട് ആയിരിക്കും ഇവിടെ ഏത് ലാംഗ്വേജിലാണ് ക്ലാസ് ടീച്ച് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇംഗ്ലീഷിലാണ് എടുക്കുന്നെങ്കിലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എല്ലാം ഓക്കെയാണ്. മലയാളി ഫാക്കൽറ്റി ഒക്കെ അവൈലബിൾ ആണോ? മലയാളി ഫാക്കൽറ്റി ഇവിടെ ഇല്ല. നിങ്ങളുടെ സെക്ഷൻ ഇംഗ്ലീഷിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് അവർ എടുത്തു തരും. ഓക്കെ. ഇപ്പൊ മാനേജ്മെന്റ് സെക്ഷനിലൊക്കെ മലയാളീസ് ഒക്കെ അവൈലബിൾ ഉണ്ടോ? മാനേജ്മെന്റുകാർക്ക് മലയാളീസ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റുഡൻസിന്. ഓക്കെ. നിങ്ങളുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് കറക്റ്റ് പ്രാക്ടിക്കൽസ് കാര്യങ്ങളും ക്ലിനിക്കൽസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഞങ്ങൾക്കിപ്പം ഞങ്ങൾ വന്നിട്ട് ഏകദേശം 6 മാസമായി. ഞങ്ങൾക്കിപ്പം ലാബൊക്കെ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോസ്റ്റിംഗും കാര്യങ്ങളെല്ലാം തുടങ്ങും. ഓക്കെ. എക്സാം ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല. ഓക്കെ. ദെൻ നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ അടുത്തുള്ള ഒരു അപ്രോച്ച്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? നല്ലതാണ്. നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പോ മലയാളി സ്റ്റുഡൻസ് മാത്രമാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്, അല്ല വേറെ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്? എങ്ങനെയാണ് വേറെ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസുമായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതുണ്ടോ? ഇപ്പൊ നമ്മള് കന്നഡ നമുക്ക് പഠിക്കാൻ പറ്റും, ഹിന്ദി ഉപകാരങ്ങളൊക്കെ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ നിങ്ങളുടെ കൂടെ പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ലാംഗ്വേജ് ഒക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, കോളേജിന്റെ ഇപ്പൊ ക്ലാസ് ആയാലും ലാബുകൾ ആയാലും എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ക്ലാസ് ലാബൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടീച്ചിങ് ആയാലും നല്ല അടിപൊളിയാണ്. നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. എന്ത് ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരും. പിന്നെ ലാബും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഹാപ്പിയാണ്. ഇപ്പൊ മോളെ ഹോസ്റ്റലിലാണല്ലോ ഇപ്പൊ മോള് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്? ഹോസ്റ്റലിനെ അപേക്ഷിച്ച് നമുക്ക് 4 ഷെയറിംഗ് ഉണ്ട്, 8 ഷെയറിംഗ് ഉണ്ട്, 6 ഷെയറിംഗ് ഉണ്ട്, ഡോമിറ്ററി ഉണ്ട്. പിന്നെ നമുക്ക് വാർഡൻ മാം ഉണ്ട്. നമുക്കിപ്പോൾ എന്ത് അസുഖം വന്നാലും അവർ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ ഭയങ്കര നീറ്റും ക്ലീനും ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് എല്ലാം കൊണ്ടും ഹോസ്റ്റൽ. ഓക്കെ. ഫുഡൊക്കെ ആയാലും എങ്ങനെയാണ് മോളെ? ഫുഡ് അടിപൊളിയാണ്, കുഴപ്പമില്ല. ഇവിടത്തെ ഫുഡാണോ അതോ നിങ്ങൾക്ക് കേരളത്തിലെ ഫുഡാണോ? ഇവിടെ കേരള ഫുഡ് അവൈലബിൾ അല്ല. ഇവിടുത്തെ ഫുഡ് ഉണ്ട്, നമ്മൾ കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെയാണ്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം നിങ്ങൾക്ക് കേരളത്തിലുള്ള ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ക്യാൻറ്റീനോ കാര്യങ്ങളോ ഒക്കെ അവൈലബിൾ ആണോ? ഇവിടെ ആർഷയുടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ നമുക്ക് PG ഉണ്ട്. ഇവിടെ ആർഷയുടെ PG തന്നെ ഉണ്ട്. നമുക്ക് അവിടെ അങ്ങോട്ട് പോകാനുള്ള ബസ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. PGയിൽ നിൽക്കണം എന്നുള്ളവർക്ക് PGയിലോട്ട് നിൽക്കാം. അവര് കേരള ഫുഡ് അവൈലബിൾ ആണ്. ഹർഷയുടെ തന്നെ PG ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ മോളെ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞത് ഓണം ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം ഫംഗ്ഷനൊക്കെ? ഓണം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഹർഷോത്സവം വരാനുണ്ട്. 4 ഡേയ്സ് പ്രോഗ്രാം ആണ്. ഞങ്ങളത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ. ഇപ്പൊ മോളെ ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങൾക്ക് ഇയർലി വരുന്ന ലീവ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഞങ്ങൾക്കിവിടെ വന്നിട്ട് ഓണത്തിന് 10 ദിവസം ലീവ് കിട്ടി, ക്രിസ്മസിന് 20 ദിവസം കിട്ടി. ഇനിയിപ്പോൾ ഹർഷോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വീക്കിനടുത്തോളം ലീവ് കിട്ടും. പിന്നെ ദീപാവലിക്കൊക്കെ നമുക്ക് ലീവ് ഉണ്ട്, ബട്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല.
ഒരു ലീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഫെസ്റ്റിവൽ അനുസരിച്ച് നിങ്ങൾക്ക് ലീവ് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. മൊത്തത്തിൽ ഈ കോളേജിനെ കുറിച്ച് എന്താ മോളെ പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു മോള് 100% ഹാപ്പിയാണെന്ന്, എന്നാലും ഇനി വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ടീച്ചിങ് ഫെസിലിറ്റീസ് അടിപൊളിയാണ്. നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, അതേപോലെ ലാബ് ആയാലും എല്ലാം ഓക്കെ ആണ്. അപ്പം ഇവിടെ അഡ്മിഷൻ എടുത്ത് ഇനി വരുന്ന പിള്ളേർക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യാമ്പസ് ആണ് ഹർഷ. അപ്പം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലോർ ചെയ്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് പഠിച്ചിറങ്ങാൻ പറ്റും. അപ്പം 2025 അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നവർക്ക് അഡ്മിഷൻ എടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം മോളുടെ പ്ലാനിങ് എന്താണ്? ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ജോബിന് കയറണമെന്നാണോ, അത് ഹയർ സ്റ്റഡീസിന് പോകണമെന്നാണോ? ഹയർ സ്റ്റഡീസിന് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതിലോട്ടാ പോകുന്നത്? നഴ്സിംഗിന്റെ MSc എടുക്കണമെന്നുണ്ട്. ഇനി ഇത് പഠിച്ച് ഓക്കെ ആക്കാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ സിലബസ്, ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ നല്ലപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ MSc എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ BSc തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ മോളെ, അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി പേരുള്ള മോളാണ്. മോളുടെ പേര് ഒരിക്കൽ കൂടെ പറഞ്ഞേ. ലൗന. ലൗന. ലൗനയുടെ മീനിങ് എന്താണ്? അറബിയിൽ വരാന്നുണ്ടെങ്കിൽ കളർ എന്ന് പറയും. കളർ. ഓക്കെ. അപ്പൊ മോളെ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റട്ടെ. പേര് പോലെ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ഹർഷയുടെ എല്ലാ ഡീറ്റെയിലും മോള് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹർഷയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.